നമസ്കാരം, ടോപ്പ് 10ലേക്ക് സ്വാഗതം. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവയറിൽ വീണ പെൺകുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലായിരുന്ന 16 വയസ്സുകാരി ആൻഗ്രേസ് ആണ് മരിച്ചത്. പട്ടിക്കാട് പാറാശ്ശേരി സജി സെറീന ദമ്പതികളുടെ മകളായ ആൻ തൃശൂർ സെന്റ് ക്ലേയർ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. അപകടത്തിൽ ഇതോടെ മരണം 2ആയി. അപകടത്തിൽപ്പെട്ട മറ്റൊരു കുട്ടിയായ അലീന ഇന്ന് പുലർച്ചെ മരിച്ചിരുന്നു. കൂട്ടുകാരിയുടെ വീട്ടിൽ തിരുനാൾ ആഘോഷിക്കാൻ എത്തിയ 3 പേരുൾപ്പെടെ 4 പേരാണ് ഞായറാഴ്ച അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാർ 4 പേരെയും രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെ 12:30 അലീന മരിച്ചു. അപകടത്തിൽപ്പെട്ട ഒപ്പമുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ ചികിത്സയിൽ തുടരുകയാണ്. നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി സ്ഥലം തൽക്കാലം തുറക്കേണ്ടെന്ന് തീരുമാനം. കല്ലറ തൽക്കാലം തുറക്കില്ലെന്നും കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. കല്ലറ തുറക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. കല്ലറ തുറന്നു പരിശോധിക്കാൻ കളക്ടർ അനുകുമാരി തിങ്കളാഴ്ച രാവിലെയാണ് ഉത്തരവിട്ടത്. സമാധി സ്ഥലമെന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ തുറക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ കുടുംബാംഗങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികർ നടത്തിവന്ന പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു. അപ്പസ്തോലിക് വികാരി മാർ ജോസഫ് പാംപ്ലാനിയുമായി പുലർച്ചെ 2 വരെ നീണ്ട ചർച്ചയ്ക്കൊടുവിലായിരുന്നു തീരുമാനം. വൈദികർക്കെതിരായ ശിക്ഷാ നടപടികളിൽ തുടർ നടപടികൾ ഉണ്ടാവുന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കും. ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമായിരുന്നു അപ്പസ്തോലിക് വികാരിയും പ്രതിഷേധിക്കുന്ന 21 വൈദികരുമായി ചർച്ച നടത്തിയത്. ചർച്ചയെ തുടർന്ന് പ്രതിഷേധ സമരം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഈ മാസം 20-ന് അടുത്ത ചർച്ച നടക്കും. നിലമ്പൂർ MLA PV അൻവർ നിയമസഭാംഗത്വം രാജിവെച്ചു. രാവിലെ സ്പീക്കർ AN ഷംസീറിന് കണ്ടാണ് രാജിക്കത്ത് കൈമാറിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായതിന് പിന്നാലെയാണ് അയോഗ്യത ഒഴിവാക്കാനായി അൻവർ രാജിവെച്ചത്. ശനിയാഴ്ച തന്നെ രാജിക്കത്ത് ഇമെയിൽ അയച്ചിരുന്നുവെന്നും നേരിട്ട് നൽകേണ്ടതുകൊണ്ടാണ് ഇന്ന് സ്പീക്കറെ കണ്ട് കത്ത് നൽകിയതെന്നും അൻവർ പറഞ്ഞു. ഇടതുപക്ഷവുമായി തെറ്റിയതിനു ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. ലോസ് ആഞ്ചലസിൽ ആളിപ്പടരുന്ന കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 24ആയി. കനത്ത കാറ്റ് വീണ്ടും എത്തും മുമ്പേ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അഗ്നിരക്ഷാസേന. പാലിസൈഡ്സിൽ 8 പേരും ഈറ്റണിൽ 16 പേരുമാണ് മരിച്ചത്. യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഏറെയാണെന്നാണ് വിവരം. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനായി പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ച് തിരച്ചിൽ തുടരുകയാണ്. നഗരത്തിലെ പ്രധാന സ്മാരകങ്ങളടക്കം ഭീഷണിയിലാണ്. വരണ്ട കാറ്റ് കനക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കാട്ടുതീ കൂടുതൽ പടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നു മുതൽ കനത്ത കാറ്റുണ്ടായേക്കും. മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗം കൈവരിച്ചേക്കാം. കാർഷിക അഭിവൃദ്ധിക്കൊപ്പം ജീവിതത്തിൽ നന്മയും ഉയർച്ചയും വിളവെടുക്കുമെന്ന പ്രതീക്ഷയോടെ പൊങ്കൽ ആഘോഷത്തിലേക്ക് കടന്ന് തമിഴകം. പ്രത്യാശ നിറഞ്ഞ പുതിയ കാലത്തെ സ്വാഗതം ചെയ്യുന്നതിനായി പാഴ്വസ്തുക്കൾ കത്തിച്ച് സംസ്ഥാനം ഇന്ന് ബോഗി പൊങ്കൽ ആഘോഷിക്കും. നാളെയാണ് തൈപ്പൊങ്കൽ, 15-ന് മാട്ടുപൊങ്കൽ, 16-ന് കാണും പൊങ്കൽ എന്നിങ്ങനെയായി ആഘോഷം നീളും. നാട്ടിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം പൊങ്കൽ ദിനങ്ങൾ ചെലവഴിക്കാനായി ലക്ഷക്കണക്കിന് പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിൽ നിന്നും യാത്ര ചെയ്തത്. പൊങ്കൽ ആഘോഷം ആവേശോജ്വലമാക്കാൻ മധുരയിലെ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. സംസ്ഥാനത്ത് ജല്ലിക്കെട്ട് കഴിഞ്ഞയാഴ്ച ആരംഭിച്ചെങ്കിലും ലോക പ്രശസ്തമായ മധുരയിലെ മത്സരങ്ങളാണ് അടുത്ത 3 ദിവസങ്ങളിൽ നടക്കുക. മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വീണ്ടും വോട്ട് ജിഹാദ് പരാമർശവുമായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറി നിയമവിരുദ്ധമായ ജനന സർട്ടിഫിക്കറ്റും രേഖകളും സംഘടിപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ബംഗ്ലാദേശി പൗരന്മാരുടെ ശ്രമം വോട്ട് ജിഹാദ് പാർട്ട് 2 ആണെന്നാണ് ആരോപണം. ഷിർഡിയിൽ BJP സംസ്ഥാന കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി നഗരത്തിൽ ഇന്ന് 1 മണിക്കൂറിനിടെ 3 വാഹന അപകടങ്ങളാണ് ഉണ്ടായത്. അപകടത്തിൽ ചോറ്റാനിക്കര സ്വദേശിയായ നിഖിൽ മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ കുണ്ടന്നൂരിലാണ് ഒരു അപകടം. സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇരുമ്പനത്തായിരുന്നു മറ്റൊരു അപകടം. ഇരുമ്പനത്ത് തന്നെയുണ്ടായ മറ്റൊരു അപകടത്തിലായിരുന്നു മരണം. അപകടങ്ങളെ തുടർന്ന് നഗരം മണിക്കൂറുകളോളം പൂർണ്ണമായി സ്തംഭിച്ചു. കളിയിലെ തന്ത്രങ്ങളിലും ഗോളുകളിലും റയൽ മാഡ്രിഡിനെ നിഷ്പ്രഭരാക്കിയ ബാർസലോണയ്ക്ക് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം. സൂപ്പർ കപ്പ് ഫൈനലിലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ 2-നെതിരെ 5 ഗോളുകൾക്കാണ് ബാർസലോണയുടെ ജയം. ബാർസലോണയുടെ 15ാം സൂപ്പർ കപ്പ് കിരീടമാണിത്. തുടർച്ചയായ 3ാം തവണ സൂപ്പർ കപ്പ് ഫൈനലിൽ കളിച്ച ബാർസയുടെ 2ാം കിരീടവുമാണിത്. 2 തവണയും റയൽ മാഡ്രിഡ് ആയിരുന്നു എതിരാളികൾ. റയൽ മാഡ്രിഡ് 13 തവണ സൂപ്പർ കപ്പ് കിരീടം നേടിയിട്ടുണ്ട്.
US ഡോളറിനെതിരെ രൂപയുടെ മൂല്യമിടിവ് തുടരുന്നു. ചരിത്രത്തിൽ ആദ്യമായി മൂല്യം 86.54 നിലവാരത്തിലേക്ക് പതിച്ചു. തിങ്കളാഴ്ച മാത്രം നേരിട്ടത് 0.7% ഇടിവാണ്. 2 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരൊറ്റ ദിവസം ഇത്രയും തകർച്ച ഉണ്ടാവുന്നത്. ഡോളർ സൂചികയാകട്ടെ 110ലേക്ക് കുതിക്കുകയും ചെയ്തു. മറ്റ് ഏഷ്യൻ കറൻസികളുടെ മൂല്യത്തിലും കാര്യമായ ഇടിവുണ്ടായി. ഇന്തോനേഷ്യൻ കറൻസി 0.6% ഇടിവ് നേരിട്ടു. US-ലെ തൊഴിൽ മേഖലയിലുണ്ടായ അപ്രതീക്ഷിത കുതിപ്പാണ് പ്രധാന കാരണം. പ്രതീക്ഷിച്ച നിരക്കിളവ് ഈ വർഷം പ്രഖ്യാപിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് US-ലെ കടപ്പത്ര ആദായത്തിൽ കുതിപ്പുണ്ടായി. വിദേശ നിക്ഷേപകർ രാജ്യത്തെ വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്നതും തിരിച്ചടിയായി. ജനുവരിയിൽ മാത്രം $4 ബില്യൺ മൂല്യമുള്ള ഓഹരികളാണ് വിറ്റൊഴിഞ്ഞത്. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട്.